ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 SSLC 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 9 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. Write the sequence of natural number which leave remainder 1 on division by 3 and the sequence of natural number leave remainder 2 on division by 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി ഇത്. ആദ്യം എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 എക്സെട്ര എന്ന് പറയുന്ന നമ്പറുകളാണ് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറുകളെ ആദ്യം പറഞ്ഞത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്നത്. 1നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ൽ 3 ഉണ്ടോ? ഇല്ല. 0 ആണ് ആൻസർ കിട്ടുക. റിമൈൻഡർ 1 ആണ് കിട്ടുക. റിമൈൻഡർ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഏതാ ചോദിച്ചു? ഫസ്റ്റത്തെ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ൽ 3 ഇല്ല. അപ്പോൾ അവിടുത്തെ റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ 1 ആണ്. ഇനി അടുത്ത നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് ആ നമ്പർ കൂട്ടിയാൽ മതി. 3ക്ക് 1 കൂട്ടിയാൽ 4, പിന്നെ 4ക്ക് 3 കൂട്ടിയാൽ 7, പിന്നെ 7ക്ക് 3 കൂട്ടിയാൽ 10. ഇതാണ് ആ ശ്രേണി. ഇനി ശിഷ്ടം 2 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2ൽ 3 ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടുത്തെ റിമൈൻഡർ 2 ആണ്. അപ്പോൾ 2ൽ തുടങ്ങും. ഇനി എന്തുകൊണ്ടാണ് ഹരിക്കുന്നത്? 3 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ 2ക്ക് 3 കൂട്ടുക, 5. കണ്ടോ, 5ൽ ഒരു പ്രാവശ്യം 3 വരും, പിന്നെ 4 5 റിമൈൻഡർ 2 അല്ലേ. പിന്നെ 5ലേക്ക് വീണ്ടും 3 കൂട്ടുക, അപ്പോൾ 8. ഓക്കെ, അപ്പോൾ 2 5 8 എന്ന് പറഞ്ഞു പോകുന്നതാണ് രണ്ടാമത്തെ ശ്രേണി, അഥവാ ശിഷ്ടം 2 വരുന്ന ശ്രേണി. ഓക്കെ.